ഹായ് ഹലോ അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്ലീവ് കട്ടിംഗ് ആണ്. അതായത് കൈ ചുരിദാറിനായിക്കോട്ടെ ബ്ലൗസിനായിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കമൻറ്റിലാണെങ്കിലും അത് സ്ലീവ് കട്ടിങ് കാണിക്കുമോ എന്നൊക്കെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത്. അതന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാട് ടൈം ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഇതിൻ്റെ തയ്ക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ നമ്മൾ 2 സ്ലീവിനാണെങ്കിൽ തുണി 4ആയിട്ടാണ് നമ്മൾ മടക്കിയിടേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ തുണി ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്കാണ് വരേണ്ടത്. ഇനി നമുക്ക് ടോട്ടൽ ഇറക്കം എന്ന് പറഞ്ഞത് ലെങ്ത്ത് 13 ഞാനൊരു ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1.5 തയ്യൽ തുമ്പും ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് 1 ഇഞ്ച് താഴെ മടക്കിയടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ പോവുമല്ലോ. അപ്പം അങ്ങനെയും കൂടിയിട്ടാണ് 1.5 ഇത് വെച്ചിട്ട് 14 ഇതിലാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുവരെയുള്ള കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് ടോട്ടൽ ലെങ്ത്ത് 13, ടോട്ടൽ ലെങ്ത്ത് 13 അതിൽ കൂടെ 1.5 തയ്യൽ തുമ്പും 1 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് ഷോൾഡറും ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ആംഹോളിൻ്റെ അളവ്. ആംഹോളിൻ്റെ അളവ് എനിക്ക് 17 ഇഞ്ചാണ് വരുന്നത്. അപ്പം അതിൻ്റെ പകുതി 8.5 ആംഹോളിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ആ 8.5 ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ 1.5 തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 10 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അതായത് ആംഹോൾ. അപ്പോൾ ആ ഒരു ഭാഗം വ്യക്തമായി. ഇനി നമുക്ക് എന്താണെന്നറിയാം, 8.5-ൽ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് 8.5 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ആ 8.5-ൽ നിന്ന് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ 8.5 കിട്ടാൻ കാരണം ചെസ്റ്റ് അളവിനെ 12 കൊണ്ട് അരിക്കുമ്പോഴാണ് നമുക്ക് 8.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 8.5-ൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. അതായത് സ്ലിം ആണെച്ചെങ്കിൽ 3-ഉം മീഡിയം ആണെങ്കിൽ ഒരു 3.5-യും, അതായത് വണ്ണം കൂടുതലുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് 4-ഉമാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ 3.5-യിൽ നിന്ന് നേരെ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് നേരെ വരച്ചു കൊടുക്കുക. എന്നിട്ട് 3.5-യിൽ നിന്ന് അവിടം വരെയുള്ള അളവ് എത്രയാണോ നോക്കുക. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുള്ളത് 9 കിട്ടിയിട്ടുള്ളത്. കണ്ട, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് 8.5-യിൽ നിന്ന് താഴേക്ക് വരച്ചിട്ടുള്ള 3.5-യിൽ നിന്ന് നേരെ അളവ് നോക്കുക. അപ്പോൾ അത് നമുക്ക് 9 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 9-ൻ്റെ പകുതി എത്രയാണോ അത് അവിടെ മിഡിൽ പോയിൻ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ 9-ൻ്റെ പകുതി എത്ര? 4.5. 4 8. അപ്പോൾ 4.5-ൽ നമ്മളത് അവിടെ അടയാളപ്പെടുത്തുക, ഒരു മിഡിൽ പോയിൻ്റായിട്ട് അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ അവിടുന്ന് ഒരു കുനിപ്പ് പോലെ നമുക്ക് കിട്ടാതിരിക്കും. അത് നമ്മൾ ശരിക്ക് ഒരു 1/4 ഇഞ്ച് ഇതിൽ വേണം നമ്മൾ അവിടുന്ന് അങ്ങോട്ട് വളച്ചിട്ട് വരച്ചെടുക്കാൻ. കാരണം അവിടെ ഒരു കുനിപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അവിടുന്ന് കുറച്ച് നമ്മൾ സ്വല്പം വിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ഒരു വളച്ച് ഷേപ്പിൽ ഒരു എസ് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു 3.5-ൽ കൊടുന്നിട്ട് നമ്മൾ മുട്ടിക്കണം. മനസ്സിലായോ? അതായത് 3.5-ൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരച്ച് മിഡിൽ പോയിൻറ്റിൻ്റെ അവിടെ എത്തി അവിടെ നിർത്തി അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഒരു എസ് ഷേപ്പിലാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ഒരു ഭാഗം. ഇനി നമുക്ക് താഴത്തെ കൈവണ്ണം എൻ്റേത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10 എടുത്തിട്ടുള്ളത്. അപ്പോൾ 10-ൻ്റെ പകുതി 5-ഉം അതിൽ കൂടെ 1.5 തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് നമ്മൾ 6.5 നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ 6.5-യിൽ നമ്മൾ അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടും അത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയാണ് പണി വരുന്നുള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. എനിക്കറിയണതും ഞാൻ ചെയ്ത് കൊടുക്കുന്നതുമായിട്ടുള്ള അറിവുകൾ അത് നിങ്ങൾക്കും കൂടെ പകർത്തി തരികയാണ്. ഇനി എന്തെങ്കിലും ഇതുണ്ട് സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഇനി നമ്മൾ അവിടുന്ന് അങ്ങോട്ട് അത് വെട്ടി എടുക്കണം. ആ ഒരു എസ് ഷേപ്പിൽ തന്നെ നമ്മൾ അത് വെട്ടി എടുക്കണം. കണ്ട തയ്യൽ തുമ്പ് 1.5 നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടെ നമ്മളത് വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏത് അറിയാത്ത ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് അളവ് കാര്യങ്ങളൊക്കെ കൂടുതൽ പേർക്കും തെറ്റുന്നത് ആ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്താണ് കൂടുതൽ പേരിനും ഒരു തെറ്റ് സംഭവിക്കുക. എനിക്കും അതെ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ആ കൈക്കുഴിയുടെ അത് 3.5 എങ്ങനെ വന്ന് 4.5 എങ്ങനെ വന്ന് ഇങ്ങനെ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ. അപ്പം അതുപോലെ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവുക ആ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പം അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏതൊരാളുകൾക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലീവ് കട്ടിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ബായ്.